ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ആരോഗ്യനില ഗുരുതരമാണെന്നും ഇന്നലത്തേതിനേക്കാൾ വഷളായതായും വത്തിക്കാൻ അറിയിച്ചു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നു. അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർ സെർജിയോ അൽഫിയേരി പറഞ്ഞു. ബ്രോങ്കൈറ്റിസ് മൂർച്ഛിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതായി പരിശോധനയിൽ കണ്ടെത്തി. പ്രായവും മുൻപുണ്ടായ ശ്വാസകോശ സംബന്ധമായ അസുഖവും കണക്കിലെടുത്ത് പരിശോധനകൾ നടത്തിവരുന്നതായും വത്തിക്കാൻ അറിയിച്ചു. അണുബാധ കൂടാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ന്യൂമോണിയ ഉള്ളതിനാൽ അണുബാധ കൂടിയാൽ സ്ഥിതി ഗുരുതരമാകും. പ്ലേറ്റ്ലെറ്റ് കൌണ്ട് കുറവുള്ളതിനാൽ പ്ലേറ്റ്ലോപീനിയ അല്ലെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മരുന്നുകളിൽ നിന്നോ അണുബാധകളിൽ നിന്നോ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ശ്വാസകോശ അണുബാധയാണ് ഡോക്ടർമാർ ആദ്യം സ്ഥിരീകരിച്ചത്. തുടർന്നാണ് ന്യൂമോണിയ കണ്ടെത്തിയത്. ശ്വാസകോശത്തിലെ അണുബാധ രക്തത്തിലേക്ക് പടരാതിരിക്കാനുള്ള ചികിത്സയാണ് പ്രധാനമായും നൽകി വരുന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.